Good morning, dear students. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ ഗ്രോത്ത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നു മുതൽ തുടങ്ങി, അതിൻ്റെ വളർച്ച എന്നു മുതലാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ്സ്, നേച്ചർ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 1880s സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1880s സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 1950 അല്ലെങ്കിൽ 1920 തുടങ്ങിയിട്ട് ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ക്ലാസിക്കൽ തിയറിയിലേക്കാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. അതിനുശേഷം 2000 അല്ലെങ്കിൽ 1990s തുടങ്ങിയിട്ട് നെക്സ്റ്റ് മോഡേൺ തിയറിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ക്ലാസിക്കൽ അല്ലെങ്കിൽ പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ബാർബേറിയനിസം ആണ്. അതായത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ റൂൾസ് അവരുണ്ടാക്കുകയും അത് നിർബന്ധമായിട്ട് ഫോഴ്സ്ഫുള്ളി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ദെൻ ക്ലാസിക്കൽ തിയറിയിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു കൺസിഡറേഷൻ നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നുണ്ട്. അതായത് ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അത് ക്ലാസിക്കൽ തിയറിയിൽ വന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ തിയറിയാണ്. നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഇവിടെ എടുക്കുന്നത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് എടുക്കുന്നത് സൈക്കോളജിക്കൽ ഓർ ദ ബിഹേവിയറൽ ക്യാരക്ടർ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ എന്ന് പറയുന്നത് ഫീലിങ്സ്, എക്സ്പ്രഷന് ഒക്കെയുള്ള ജനങ്ങളാണ്. അവർക്ക് കൂടുതലായിട്ട് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ ടെക്നോളജി ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അതായത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ കണ്ടിൻജൻസി അപ്രോച്ച്. അവിടെ സെർട്ടനിറ്റി വരുന്നുണ്ട്, അൺസെർട്ടനിറ്റി വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ്. ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വി ആർ ഡിവൈഡഡ് ഇൻ ടു 4 stages. ദാറ്റ് ഈസ് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരീഡ്, then the classical theory, neoclassical theory and modern theory. All students must draw this diagram in your notebook. Okay, so in the first stage, that is pre-scientific management period, the contribution which is made by the Roman Catholic Church, and it is followed by military organizations, that is different military organizations, that is Air Force or different defense authorities, and there are different writers like Charles Babbage, James Watt, etc. Different economists and the psychologists and the mathematicians followed or give their contribution to the management. So this is about the pre-scientific management period. Next one, that is second stage, that is the classical theory. In the classical theory, the included factors, that is scientific management, administrative management theory and the bureaucratic model. These are the 3 stages or the 3 theories included in the classical theory. Next stage, that is the neoclassical theory. It is followed by the Hawthorne, that is the give importance to the human resources and the experiments. They experienced skilled professionals give contribution to develop the neoclassical theory. And the last one, the modern theory, that is hardware and the software. There are 2 theories which are mainly included, that is systems approach, contingency approach, and there is an additional one, that is the quantitative approach. So these are the 3 features which are included in the modern theory. Then the next one, that is the second classification, that is a different diagram.
നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം കൂടിയും ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പ്ലനേഷന് ഒരു ഡെപ്ത്ത്, ഒരു നോളേജ്, ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏർലി ക്ലാസിക്കൽ അപ്രോച്ച്, ന്യൂ ക്ലാസിക്കൽ അപ്രോച്ച്, അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ച്. ഈ 3 അപ്രോച്ചുകളാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലേണിംഗ് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏർലി ക്ലാസിക്കൽ അപ്രോച്ചിൽ 3 എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ദ ബ്യൂറോക്രസി മാനേജ്മെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആൻഡ് ദ ബിഹേവിയറൽ അപ്രോച്ച്. ദീസ് ആർ ദ 2 അപ്രോച്ചസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ആൻഡ് ദ തേർഡ് വൺ മോഡേൺ അപ്രോച്ച്. ദർ ആർ 3 approaches, that is quantitative approach, systems approach and the contingency approach. These are the 3 approaches which are included in the modern theory approach. Then we will go to the discussion. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവാം. So what is the meaning of classical management theory? Classical management theory consists of a group of similar ideas on the management of organization. It is generally concerns. What are the concerns which are included in the classical management theory? That is ways to manage work and organizations more effectively and efficiently. So the work is coordinated and the factors which are included in the organization, it is to be generally concentrated or give consolidation. For this, there are 3 approaches or 3 types of management we can apply. That is the scientific management, administrative management and the bureaucratic organization. In this, the predominant and common characteristics to all 3 branches is the emphasis. What is the emphasis which are given in the classical management theory? That is on the economic rationality of management and organization. These are the 2 characters or the management and same the organization we will give the economic rationality. In the detailed study, what is the scientific management? In the scientific management, we will introduce in an attempt to create a mental revolution in the workplace. The environment, that is the meaning of the workplace. എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ദർ ഈസ് എ മെൻ്റൽ റെവല്യൂഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. Then the second one, it can be defined as the systematic study of work methods in order to improve efficiency. Efficiency improve ചെയ്യാനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് വർക്ക് മെത്തേഡ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. In the late 19th century, management decisions were often arbitrary and workers often worked at an intentionally slow pace. There was little in the way of systematic management and workers and management were often in the conflict. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് 19th സെഞ്ച്വറിയിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അവിടെ വർക്കേഴ്സും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി പ്രോബ്ലംസ്. അവിടെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം, അപ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് വർക്കേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. Then next management, that is the administrative management. So in this administrative management, we must give focus on the management process. ഏതൊക്കെയാണ് ഇവിടെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസേഷൻ, coordination, controlling,
സ്റ്റാഫിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ, ഈ പ്രോസസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ആൻഡ് വി വിൽ മേക്ക് ഓർ ക്രിയേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫെയോൾസിൻ്റെ പ്രിൻസിപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടേതായ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം മാനേജ്മെൻറ്റ് പ്രോസസ്സ് നടപ്പിലാക്കാനുള്ള പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം. And the next one, in contrast to scientific management, which deals largely with the jobs and work at the individual level of analysis, administrative management provides a more general theory of management. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആരാണ് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കേണ്ടത്? അത് വർക്കേഴ്സാണ്. അപ്പോൾ ആരാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്? അത് വർക്കേഴ്സാണ്. അവിടെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ നമ്മൾ ഏത് മാനേജ്മെൻറ്റും കൂടി എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സൈക്കോളജിക്കൽ ഫീലിംഗ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്. അവിടെ ഒരു ജനറൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൻറി ഫെയോൾ ഈസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ദിസ് സ്കൂൾ ബേസിക്കലി ഡീൽസ് വിത്ത് ദ പീപ്പിൾ ഇൻ ദ സിസ്റ്റം. ഫെയോൾസ് പ്രിൻസിപ്പിളാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡ് ടു ഫോളോ. മാനേജ്മെൻറ്റ് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫെയോൾസ് പ്രിൻസിപ്പിളാണ്. ഈ ഫെയോൾസ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കഴിഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഐഡിയൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. It focuses on the ideal form of organization and follows the same. ഇവിടെ ഐഡിയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സയൻറ്റിഫിക് കഴിഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് കഴിഞ്ഞ് ഇവിടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു മാക്സ് വെബർ വാസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ അബൌട്ട് ദ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. According to Weber's theory of bureaucratic management, it follows two essential elements. What are the two essential elements which are created by Weber's theory? That is, first one, it entails structuring an organization into a hierarchy. ഒരു hierarchy level of management structure create ചെയ്യണം. That is the top level, middle level and the lower level of management. That is the hierarchy. We first of all create a structure of an organization according to the hierarchy, and the second essential factor, that is the organization and its members are governed by clearly defined rational legal decision making rules. So according to the second essential factor, there are different members. നമുക്കറിയാം, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെസിഗ്നേഷൻ. ആരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു കാറ്റഗറൈസേഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം. ഇതാണ് മാക്സ് വെബർ പറയുന്നത്. ആദ്യം തന്നെ സ്ട്രക്ചർ ചെയ്യണം, ഒരു ഓർഗനൈസേഷനെ സ്ട്രക്ചർ ചെയ്യണം. അതിനുശേഷം അതിൽ ഇൻവോൾവ് ചെയ്യുന്ന മെമ്പേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. So based on the observation, he concluded that Max Weber എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? Many early organizations were inefficiently managed with the decisions based on personal relationship and the loyalty. That is the drawback of pre-classical stage. പ്രീ-ക്ലാസിക്കൽ സ്റ്റേജിലെ ഡ്രോബാക്സ് ആണ് മാക്സ് വെബർ ഇവിടെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്ത് തരുന്നത്. എന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ പേഴ്സണൽ ലോയൽറ്റിയിലേക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ടാലൻറ്റ്, സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് പവർ, കോമൺ സെൻസ് അപ്ലിക്കേഷൻ, ഇതിനൊന്നും ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം മാക്സ് വെബർ അഡ്വൈസ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതായത് പ്രീ ക്ലാസിക്കൽ സ്റ്റേജിൽ നിന്ന് നമ്മളെ നിയോ ക്ലാസിക്കൽ തിയറിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് മാക്സ് വെബറിൻ്റെ ഈ അഡ്വൈസാണ്.
അപ്പോൾ നിയോ ക്ലാസിക്കൽ തിയറിയിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ കൊടുക്കുന്നത്. So according to the neoclassical theory, which is identified with the period from the 1920s to 1950, അതായത് 1920-ലാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ ഹ്യൂമൻ റിസോഴ്സസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. It is concerned with the human oriented approach and emphasize the needs, drives and the behaviors and attitudes of people. ഇവിടെ നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യരാണ്, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്, മെൻ്റൽ തിങ്കിങ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫീലിങ്സ് ഉണ്ട്, ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, സ്ട്രെങ്ത്നെസ് ഉണ്ട്. ഇതിനെല്ലാത്തിനെയും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ദേ ഹാവ് നീഡ്സ്, drives and the behaviors and they have their own attitudes also. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് തോട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ആൻഡ് ദർ ഈസ് എ ബിഹേവിയറൽ സ്കൂൾ. അതായത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അവരുടെ നേച്ചറും, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ബിഹേവിയറാണ്, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും എന്ന് പറയുന്ന രണ്ട് തോട്ട്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഹ്യൂമൻ റിലേഷൻ. മനുഷ്യർ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാം. സോ ദ മാനേജർ ഷുഡ് possess skills for diagnosing the causes of human behavior at work, interpersonal communication and motivating and leading the workers. It will focus became satisfying worker needs. ഞാൻ നേരത്തെ പറഞ്ഞു നീഡ്സ്, ഹ്യൂമൻ നീഡ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഹ്യൂമൻ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനേജേഴ്സ് എന്ത് ചെയ്തിരിക്കണം? ഡയഗ്നോസിങ് ദ കോസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ്? വാട്ട് ഈസ് ദെയർ മെൻ്റൽ എക്സ്പ്രഷൻ? ഇങ്ങനെ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒരു മാനേജർക്ക് കഴിവുണ്ടായിരിക്കണം. ദെൻ ദേ മസ്റ്റ് ക്രിയേറ്റ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവർ തമ്മിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാത്രമേ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ മോട്ടിവേറ്റിംഗ്. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ സ്കില്ല്, ടാലൻറ്റ്, കഴിവ് ഒരു മാനേജർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയാണോ അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സ് ഉള്ളത് ആ ഡ്രോബാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത്. സോ മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ നമ്മുടെ എയിം എന്താണ്? ഗോൾസ് അച്ചീവ് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു മാനേജ്മെൻറ്റിൻ്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, അതിലേക്ക് ആ വർക്കേഴ്സിനെ ലീഡ് ചെയ്യണം. ആൻഡ് ദ ഫോക്കസ് ബിക്കെയിം സാറ്റിസ്ഫൈയിങ് വർക്കർ നീഡ്സ്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, ഞാൻ ആ എൻവയൺമെൻറ്റിൽ ഫിറ്റ് അല്ലെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ടാലൻറ്റ്, എൻ്റെ സ്കില്ല്, എൻ്റെ നോളേജ്, എൻ്റെ ലേണിംഗ് കപ്പാസിറ്റി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. So first of all managers must give importance to the satisfaction of the human persons who are engaged in the workplace. So if worker needs were satisfied, wisdom held, the workers would in turn be more productive. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്കാണ് ഒരു മാനേജർ എന്നെ നയിക്കേണ്ടത്, എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ഓൾ മാനേജേഴ്സ് മസ്റ്റ് ഗിവ് മോസ്റ്റ് കോൺസെൻട്രേഷൻ ഓർ ഫോക്കസ് ഓൺ ദ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡെവലപ്പ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ്. It will leads to the maximum productivity of the human beings. So the human relations school focus on issues of communication, leadership, motivation and group behavior.
So the human relation schools of thought still influence management theory and practice. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രിൻസിപ്പിൾസ് ആൻഡ് ദ പ്രാക്ടീസ്. എപ്പോഴാണ് പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി. റൂൾസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത്. സോ ആസ് എ കണ്ടംപററി മാനേജ്മെൻറ്റ് ഫോക്കസ് മച്ച് അട്രാക്ഷൻ ഓൺ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, organizational behavior and applied psychology in the workplace. എൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതിനെയാണ് പുറത്തെടുക്കാനായിട്ട് ഒരു മാനേജർ ഫോക്കസ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു നല്ല വശം കണ്ടെത്തി അതിനെ മോട്ടിവേറ്റ് ചെയ്യാനും ലീഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മാക്സിമം പ്രൊഡക്ടിവിറ്റി നമ്മളുടെ ഓർഗനൈസേഷനിൽ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു മാനേജ്മെൻറ്റിന് സാധിക്കും. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ടു or by using the interaction communication. കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഗുഡ് എഫിഷ്യൻറ്റ് ക്വാളിറ്റി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ ഒരു ഹ്യൂമൻ കോർഡിനേഷൻ കൺട്രോളിങ് സാധിക്കുള്ളൂ. നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ തോട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ സ്കൂൾ എന്ന് പറയാം. സോ ഡെവലപ്ഡ് ഇൻ പാർട്ട് ബിക്കോസ് പെർസീവ്ഡ് വീക്ക്നെസ് ഇൻ ദ അസംപ്ഷൻ ഓഫ് ദ ക്ലാസിക്കൽ സ്കൂൾ. ക്ലാസിക്കൽ സ്കൂളിൽ നമ്മൾ കൂടുതലായിട്ട് ഡ്രോബാക്ക് എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഹ്യൂമൻ ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? എവിടെയാണോ ഹ്യൂമൻ ബിഹേവിയറിന് വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് വീക്ക് കണ്ടെത്താനായിട്ട് ഒരു മാനേജർക്ക് സാധിക്കുന്നത്, ആ വീക്ക്നെസ്സിനെ സോൾവ് ചെയ്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം, മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കണം, ലീഡ് ചെയ്യാനായിട്ട് നോക്കണം. So the classical school emphasized efficiency, process and the principles. So ഒരു മാനേജർ, ഒരു ഗുഡ് മാനേജർ ആണെങ്കിൽ അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എഫിഷ്യൻസി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ് and must follow the systematic methods or the functions of the management process, and also in the same way give importance to the principles. Some felt that this emphasized disregarded important aspects of organizational life, particularly as it related to human behavior. അതായത് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് 100 ആൾക്കാരുണ്ടെങ്കിൽ 100 തരത്തിലായിരിക്കും. സോ ഓർഗനൈസേഷണൽ ലൈഫിലേക്ക് നമ്മൾ അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്യണം. ഹ്യൂമൻ സ്ട്രക്ചറിൽ നിന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കണം. Thus, the behavioral school focused on trying to understand the factors that affect the human behavior at work. നമ്മളുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് ഏത് വഴിയാണ് നമുക്ക് സാധിക്കുന്നത്? ബൈ യൂട്ടിലൈസിങ് ദ ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ സോഴ്സ്. ഹ്യൂമൻ സോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ടേഴ്സ്, ഏതൊക്കെ റിസോഴ്സസ് ആണുള്ളത്, ആ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ സാധിക്കണം. ആൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് ദ ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക്. ഹ്യൂമൻ ബിഹേവിയറിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം നമ്മുടെ നിയോ ക്ലാസിക്കൽ തിയറിയിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പും ഹ്യൂമൻ ബിഹേവിയറും നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ചേഞ്ച് ആക്കുകയാണ് ചെയ്യുന്നത്. ബൈ ഗ്ലോബലൈസേഷൻ, നമ്മളുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ടെക്നോളജി, മോഡേൺ ഹാർഡ്വെയർ, മോഡേൺ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിൻജൻസി. ഇവിടെ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനാണ്. So modern management theory highlights the complexity of the organization as well as the individuals. നമ്മളിവിടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ റിസോഴ്സസ് ഒബ്ജക്റ്റീവും കൂടിയും ഒരു കോംപ്ലക്സിറ്റി പൊസിഷനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്.
So the diversity of their needs, motives, aspiration, and the potentiality of the human resources. For this, we must give importance to two theories, that is systems theory and the contingency theory. Then we, at the time of discussing the systems theory, this has emerged as a way of looking at the organization as a all, not as a people or some task. നമ്മളിവിടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു വ്യൂ നോക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഓർഗനൈസേഷൻ ഇൻ ദ വ്യൂ ഓഫ് ആസ് എ ഓൾ, നോട്ട് ഗിവിങ് ഓർഗനൈസേഷൻ ആസ് എ ഡിഫറെൻറ്റ് വൺ ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്സ് ആസ് എ ഡിഫറെൻറ്റ് വൺ. നോ, ദർ ഈസ് എ വ്യൂ, ഇറ്റ് ഈസ് എ ഓൾ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ റിസോഴ്സസ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ദ റിസോഴ്സസ്, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ദ നോൺ ഹ്യൂമൻ റിസോഴ്സസ്. അതിന് ഒന്ന് ചേർത്തുകൊണ്ട് ഒന്നാക്കി നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഒരു സിസ്റ്റംസ് തിയറി ആയിട്ട് വരുന്നുള്ളൂ. So a systems theory is an entity. There must be an entity made up of two or more interdependent factors. അതായത് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് രണ്ട് ഇൻ്റർഡിപ്പെൻഡൻറ്റ് പാർട്സ് ആണുള്ളത്. ദാറ്റ് ഈസ് interact to form the functions of the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഇതിന് ഒന്ന് ചേർത്തുകൊണ്ട് നമ്മൾ ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സിസ്റ്റംസ് തിയറി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിൻജൻസി തിയറി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കണ്ടിൻജൻസി? നമ്മൾ നേരത്തെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. പ്രവർത്തനമാണ് നമ്മളുടെ ഇവിടെ മെയിനായിട്ട് പ്രവർത്തിക്കാം. ഫ്യൂച്ചർ വരുമ്പോൾ വരും. പക്ഷെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ദെയർ മസ്റ്റ് ബി എ ഗുഡ് ഫ്യൂച്ചർ. ഭാവി ഉണ്ടാകും, ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇന്ന് ഭാവി വരുമ്പോൾ ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ മതിയോ? ഇല്ല. ദെർ ഈസ് എ ഫ്യൂച്ചർ, ഭാവി ഉണ്ട്. അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണം. സോ ദ കണ്ടിൻജൻസി അപ്രോച്ച് സ്ട്രെസ് ദ ആബ്സെൻസ് ഓഫ് സിംഗിൾ ബെസ്റ്റ് വേ ടു മാനേജ് and give emphasize the need for managerial strategies based on all relevant facts, that is the human resources and the non-human resources. നമ്മൾ കണ്ടിൻജൻസി തിയറിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് ആൾട്ടർനേറ്റീവ്, നമുക്ക് ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? മസ്റ്റ് ഗിവ് എംഫസൈസ് ഓൺ ദ നീഡ് ഓഫ് ദ മാനേജറിയൽ സ്ട്രാറ്റജീസ് ആസ് വെൽ ആസ് ദ റിസോഴ്സസ്, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. So the contingent theory says that organization must be designed to fit its situation, particularly the organization's environment and the technology it uses. നമ്മൾ എവിടെയാണോ ഈ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്, ചിലപ്പോൾ ടൗണിലായിരിക്കാം, ചിലപ്പോൾ വില്ലേജിലായിരിക്കാം, ചിലപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി ആയിരിക്കാം, അവിടെ കിട്ടുന്ന എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, അവിടെ ടെക്നോളജി അപ്ലൈ ചെയ്യണം. ഇപ്പം നമ്മൾ പറയുകയാണ് സെൻറ്റ് തോമസ് കോളേജിൽ ഇതാണ്, സെൻറ്റ് തോമസ് കോളേജിൽ ഇതാണ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റ് ജോസഫ് കോളേജ് പാവർട്ടിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ? സാധിക്കില്ല. ബിക്കോസ് ദ എൻവയൺമെൻറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സെൻറ്റ് തോമസ് കോളേജ് എന്ന് പറയുന്നത് എത്രയോ വർഷം പഴക്കമുള്ളൊരു കോളേജാണ്. അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൗണിലാണ് നമ്മളുടെ സെൻറ്റ് തോമസ് കോളേജിൽ എന്ന് പറയുന്ന എൻവയൺമെൻറ്റ്, അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജ് പാവർട്ടിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സോ ദ എൻവയൺമെൻറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവിടെ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് കോളേജിൽ ചെയ്യുന്ന ടെക്നോളജി നമുക്ക് സെൻറ്റ് ജോസഫ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ദ പ്രാക്ടിക്കബിലിറ്റി, we must face the practical problems. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ദ മോസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് ടെക്നോളജി വിച്ച് ക്യാൻ അപ്ലൈ ഇൻ അവർ ഫീൽഡ്,
in our environment that is to be taken. ഓക്കെ, അപ്പം നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് ഏത് നിയമമാണോ ഏത് ടെക്നോളജിയാണോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ആ ടെക്നോളജിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. നമുക്കറിയാം നമ്മൾ എടുക്കുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി മെഷറബിൾ. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആർ ദ ഇൻവിസിബിൾ, ബട്ട് ദ ഔട്ട്പുട്ട് ഇറ്റ് ക്യാൻ ബി മെഷറബിൾ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ വൺ. നമുക്കൊരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വാല്യൂ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ഹ്യൂമൻ നീഡ്സ്, ഹ്യൂമൻ ഡിസയർ, human attitude, human objectives, human attitudes, human behavior, the relationship, the communication. അതിനൊക്കെ നിങ്ങൾക്ക് അളക്കാനായിട്ട് സാധിക്കുമോ? അതിനെ ഒരിക്കലും നിങ്ങൾക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് അളക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. So this approach insists on using scientific methods for problem solving. നമ്മളിവിടെ എടുക്കുന്നത് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. എപ്പോഴാണ് ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, ദ പ്രാക്ടീസ്, അറ്റ് ദ ടൈം ഓഫ് ദ പ്രാക്ടീസ്. പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പോൾ പ്രോബ്ലംസ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. ഹൗ വി വിൽ സോൾവ് ദാറ്റ് പ്രോബ്ലംസ്. നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരാം. അപ്പോഴാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് അപ്ലൈ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? കോറിലേഷൻ, ഏതൊക്കെയാണ് ഈ പ്രോബ്ലംസ് അറൈസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ടെത്തണം. ആ ഫാക്ടേഴ്സിൻ്റെ കോറിലേഷൻ, തമ്മിലുള്ള ബന്ധം. നിങ്ങളിപ്പോൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രൈസും ഡിമാൻഡും തമ്മിൽ റിലേഷനുണ്ട്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്തുണ്ടാവും? ഡിക്രീസ് ചെയ്യും. നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് പ്രൈസും ഡിമാൻഡും തമ്മിലുണ്ടാവുക. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, അല്ലേ? അപ്പോൾ ആ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അൺസർട്ടൻ ഫാക്ടേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ്, എത്രത്തോളം അടുത്തുണ്ട്, എത്രത്തോളം വാരി ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ റിഗ്രഷൻ അനാലിസിസ്, അതുപോലെ തന്നെ നമ്മൾ പ്രോബബിലിറ്റി അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗെയിം തിയറിയാണ്. നമുക്കറിയാം ഗെയിമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മെഷർമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോമെട്രിക് മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടിക്കൽ ഫീൽഡിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യണം. സോ ഇറ്റ് ട്രൈസ് ടു ഡെവലപ്പ് normative models of managerial as well as the organizational behavior for maximizing efficiency. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? ബിക്കോസ് വി ആർ ഫേസിങ് ദ മാനേജറിയൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ഫോർ മാക്സിമൈസിങ് ദ എഫിഷ്യൻസി. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ബിഹേവിയറൽ ഫാക്ടേഴ്സ് ആൻഡ് ദ നോൺ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ഈ ബിഹേവിയർ എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഗിവ് മോർ അറ്റൻഷൻ ടു ദ മാനേജറിയൽ ആൻഡ് ദ ഓർഗനൈസേഷണൽ ബിഹേവിയർ.
അവിടെയാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ സോ ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വി മസ്റ്റ് ഡെവലപ്പ് normative models for the managerial and the organizational behavior for achieving the maximum efficiency and effectiveness in the management effective and to achieve the organizational objectives and the vision and the mission of maximizing the profit and minimizing the cost. And it uses the operational research and statistical methods for making the rational decisions. ഇവിടെ നമുക്ക് അനോവ ടേബിൾ യൂസ് ചെയ്യാം, കൈ സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് യൂസ് ചെയ്യാം, ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇഷ്ടം പോലെ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഗുഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓപ്പറേഷൻസ് റിസർച്ചാണ്. ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? what is the meaning of a research? ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതാണ് നമ്മളുടെ റിസർച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ, പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളിവിടെ എന്താണ് റിസർച്ച് ചെയ്യുന്നത്? സയൻറ്റിസ്റ്റുകൾ എന്താണ് മെയിനായിട്ട് റിസർച്ച് ചെയ്യുന്നത്? വാക്സിൻ ടു സോൾവ് ദ COVID-19. കോവിഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് കോവിഡ് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാനായിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും മെയിനായിട്ട് നോക്കുന്നത് വാക്സിൻ ഉണ്ടാക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് വാക്സിൻ ഉണ്ടാക്കണമെന്ന് അവരെ ബോധവൽക്കരിച്ചിട്ടുള്ള ഒരു ഫാക്ടർ കോവിഡ് എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുകയും അത് സ്പ്രെഡ് ചെയ്ത് വളരെയധികം ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, വളരെ പെൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു റിസർച്ച് നടത്തണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഈ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം വരുമ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തണം. ഈ ഫാക്ടേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഫാക്ടേഴ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. ഈ ഡാറ്റാസിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡർ ചെയ്യണം. ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഡാറ്റാസിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടേബിളിലേക്ക് കൊണ്ടുവന്ന് ആ ടേബിളിൽ നിന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്യാം, റേഷ്യോ അനാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം, ജോമെട്രിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യാം, മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് കിട്ടും. ഇതിൽ നിന്ന് ഓരോ ഓൾട്ടർനേറ്റീവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോബ്ലംസ് വീണ്ടും വരും, വീക്ക്നെസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ വീക്ക്നെസ്സിനെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫീഡ്ബാക്കിൽ നിന്ന് മോശമായിട്ടുള്ളതിന് നീക്കി നല്ലതിനെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ദിസ് ഈസ് അബൌട്ട് ദ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഈ ഒരു തിയറിയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡേൺ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്തത്? സിസ്റ്റമാറ്റിക് തിയറി, കണ്ടിജൻസി തിയറി ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ക്വാണ്ടിറ്റേറ്റീവ് തിയറി. ഈ 3 തിയറിയാണ് നമ്മൾ മോഡേൺ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. 3 മെത്തേഡ്സ് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് 4 കാറ്റഗറിയാണ്. അതായത് ഞാൻ പറഞ്ഞു 1880 നമ്മളുടെ ഹ്യൂമൻ എന്ന് പറയുന്ന മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. അതായത് ആദ്യ മനുഷ്യന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ മൃഗങ്ങളെ പോലെ തന്നെയായിരുന്നു. അവിടെ നമുക്ക് മനുഷ്യർക്ക് ഒരു പ്രത്യേകതയൊന്നുമില്ല. നമ്മളെല്ലാവരും എവിടെയാണ് ജീവിച്ചിരുന്നത്? മനുഷ്യരും മൃഗങ്ങളെല്ലാവരും കാട്ടിലാണ് ജീവിച്ചിരുന്നത്. പിന്നീടാണ് 1880s രാജഭരണം വന്നിട്ടുള്ളത്. ഈ രാജഭരണം വന്നപ്പോൾ രാജാക്കന്മാർ ഭരിക്കുന്നു, അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അവർ തന്നെ ഭരിക്കുന്നു.
അതാണ് 1880s പ്രീ ക്ലാസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ മനുഷ്യർക്ക് ഒരു പ്രാധാന്യമില്ല, രാജാക്കന്മാർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഈ രാജാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? അവർ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അവർ പടയാളികളെ കൊണ്ട് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ആ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടിമകളെ പോലെ അടിച്ചേൽപ്പിക്കുന്നു. അതിൽ നിന്ന് ആണ് പിന്നീട് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തിയറിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ 1920. 1920 ആയപ്പോഴത്തേക്കും മനുഷ്യന്മാർ കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കാൻ മാത്രമല്ല, പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, അതായത് സൈക്കോളജിക്കലായിട്ട് കുറേ പേർക്ക് പഠിപ്പ് തുടങ്ങി, അറിവ് തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി, കുറച്ച് പേര് മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ക്വാളിറ്റി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. ഗ്രൂപ്പ് ചെയ്ത് അവരെ വിദ്യ അഭ്യസിപ്പിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന്മാരാക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് നമ്മുടെ ക്ലാസിക്കൽ തിയറിയിൽ വന്നിട്ടുള്ളത്. അപ്പോഴും ഒരിക്കലും മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. നിയോ ക്ലാസിക്കൽ തിയറി വന്നപ്പോഴാണ് ഈ മനുഷ്യന്മാർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, അവരെ വിചാരങ്ങളും കണ്ടെത്തി അവരുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ മോട്ടിവേറ്റ് ചെയ്ത് ലീഡർഷിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്ഷൻ നടത്താമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാനേജ്മെൻറ്റ് എത്തിയത്. അപ്പോഴാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വന്നുള്ളത്. അതായത് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ഹ്യൂമൻ. അവർക്ക് ഉള്ളിലുള്ള ടാലൻറ്റ്, സ്കിൽ, ലേണിംഗ് കപ്പാസിറ്റി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ആൻഡ് ഗിവ് ലീഡർഷിപ്പ്, അവരെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോയി ഇൻ ദ സൈക്കോളജിക്കൽ ആൻഡ് ദ മെൻ്റൽ വേ. എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ നോക്കിയത്? അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ്, ഡിസയർ ആൻഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ബിഹേവിയർ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്. അവരുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, വിഷസ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ്, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മോഡേൺ സിവിലൈസേഷൻ സ്റ്റേജ്. അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ടെക്നോളജി, ദ ഹാർഡ്വെയർ ആൻഡ് ദ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മോഡേൺ മാനേജ്മെൻറ്റ്, അവിടെ സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡി, ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് തിയറി in the same way, scientific approach and give importance to the technology. മനുഷ്യരേക്കാൾ കൂടുതൽ നമ്മളിവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടെക്നോളജി. മനുഷ്യരുടെ വികാരങ്ങൾക്കേക്കാൾ മറികടന്നുകൊണ്ട് റോബോട്ടുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി, മെഷീനുകൾ തുടങ്ങി. മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യരേക്കാൾ എഫിഷ്യൻ്റായിട്ട് ആര് പ്രവർത്തിക്കാൻ തുടങ്ങി? റോബോട്ടുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ടെക്നോളജി സ്പീഡിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ പോലെ പിണങ്ങിയിരിക്കില്ല, വികാരങ്ങളില്ല, വിചാരങ്ങളില്ല. അവർക്ക് എന്താണോ ഹാർഡ്വെയറിൽ കൊടുക്കുന്ന ഡിവൈസ്, സോഫ്റ്റ്വെയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചുകൊണ്ട് ഹാർഡ്വെയർ പ്രവർത്തിക്കും. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്താണോ പ്രവർത്തിക്കാനായിട്ട് പറയുന്നത് അത് പ്രവർത്തിച്ചോളും. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മോഡേൺ തിയറി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് മോഡേൺ തിയറിയാണ്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലാണ് വന്ന് നിൽക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ കുട്ടികൾക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് അതേപോലെ പഠിക്കണമെങ്കിൽ പഠിക്കാൻ വിരോധമൊന്നുമില്ല. ഞാനൊരു വേറൊരു കുറച്ചും കൂടിയും അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട്
എല്ലാവരും ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ട് നിങ്ങളുടെ റിവ്യൂ എഴുതാനായിട്ട് നോക്കുക. അത്രയും മതി. ടെക്സ്റ്റിലുള്ള എല്ലാ സെൻറ്റൻസും നിങ്ങൾ അതുപോലെ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും മതി നമുക്ക് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് മൊത്തം വായിച്ച് പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ പവർ പോയിൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് ലെക്ചർ നോട്ട് എഴുതി റിവ്യൂ എഴുതുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.